ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് പെൻസിലും പെന്നും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇത്തരം സാമഗ്രികളാണ്. അപ്പോൾ അവർ ആയുധവുമായി സ്കൂളിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരെന്തിനൊക്കെയോ വേണ്ടി മുൻകൂറായി പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ എന്ന വണ്ണമായിരിക്കണം ആയുധം കയ്യിൽ വെക്കുന്നത്. നമുക്ക് എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള കരുതൽ സാമഗ്രികളാണ് എല്ലാവരും തന്നെ കയ്യിൽ സൂക്ഷിക്കാറ്. അപ്പോൾ ആക്ടിവിറ്റീസ് സ്കൂൾ തലത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെയധികം പ്രാധാന്യത്തോടെ വീക്ഷിക്കേണ്ടതാണ്. എന്തുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതാണ്. കുട്ടികൾ പ്രത്യേകിച്ചും പ്രായമുള്ള കുട്ടികൾ ഒരു ഗ്യാങ് ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. കാരണം അവരുടെ പ്രായത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു നേതാവാകാനോ അല്ലെങ്കിൽ ഷൈൻ ചെയ്യാനോ, നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ ആളാകാനോ ഒക്കെ ഗ്യാങ് ആക്ടിവിറ്റീസിൽ പോയി പെടാറുണ്ട് കുട്ടികൾ. അപ്പോൾ പക്ഷെ അതൊരു കത്തിക്കുത്തിൽ അവസാനിക്കുക അല്ലെങ്കിൽ ഒരു അക്രമത്തിൽ അവസാനിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാറുണ്ട് കുട്ടികൾ. ആവേശത്തിന്റെ പുറത്ത് തല്ലും അടിയും ഇടിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒരു മാരകായുധം ഉപയോഗിച്ച് എതിരാളിയെ വകവരുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് തീർച്ചയായിട്ടും ഒരു പ്ലാൻ ഉണ്ട്. അത് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ സ്വയരക്ഷയ്ക്കോ അല്ലെങ്കിൽ എതിരാളിയെ കീഴ്പ്പെടുത്തുന്നതിനോ ഉള്ള ഉദ്ദേശത്തിന് തന്നെ ആയിരിക്കണം ഇത് കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ പെരുമാറുമ്പോൾ അവർക്ക് എന്തെങ്കിലും പെരുമാറ്റ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യത്തിന്റെ തുടക്കങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അത് തന്നെയല്ല, ഒരു ഗ്യാങ്ങിലാകുമ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവർക്ക് പൊതുവായിട്ടുള്ള ഒരു ആശയം കാണും, പൊതുവായിട്ടുള്ള ഒരു വികാരവും കാണും. അപ്പൊ അവനവന്റെ ഒരു ആശയത്തെക്കാളുപരി ആരാണോ ഗ്യാങ്ങിനെ നയിക്കുന്നത് അവരുടെ ആശയം മറ്റുള്ളവരും കൂടെ ഉൾക്കൊണ്ട് ആ ഗ്യാങ്ങിന് പൊതുവായിട്ടുള്ള ഒരു ആശയം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവനവന്റെ വികാരത്തെക്കാൾ ഉപരി ആ ഗ്യാങ്ങിന്റെ ഒരു പൊതുവികാരമായിട്ട് മാറുന്നു. അപ്പൊ ഈ പൊതു ആശയത്തിന്റെയും പൊതുവികാരത്തിന്റെയും പുറത്തായിരിക്കും പിന്നീട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. അത് തന്നെയല്ല, ഈ ഒരുമിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികൾ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്, അല്ലെങ്കിൽ തെറ്റായിട്ട് അവർ ധരിച്ചു വെക്കാറുണ്ട്. എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ കൂട്ടുത്തരവാദിത്തമാണ്, ഒരാൾക്കായിട്ട് മാത്രം ഉത്തരവാദിത്തം വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് നിയമത്തിന്റെ പഴുതിൽ നിന്നും രക്ഷപ്പെടാമെന്നുള്ള തെറ്റായ ധാരണയും നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ചിലർക്കെങ്കിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സാഹചര്യം വരുമ്പോൾ അവർ കൂട്ടായിട്ട് ചെയ്ത് പോകാനുള്ള ഒരു വ്യഗ്രതയും അവരിൽ കാണുന്നുണ്ട്. അത് തന്നെയല്ല, എന്തെങ്കിലും ലഹരി വസ്തുവിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും കൂടെ നമ്മുടെ ആഴത്തിൽ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വേണം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയും ആലോചിക്കാനായി. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. അതായത് ഈ വിദ്യാർത്ഥി ഇപ്പോൾ നമുക്ക് അറിഞ്ഞൊരു വിവരം അനുസരിച്ചാണെങ്കിൽ ഈ ആക്രമണം കാണിച്ച വിദ്യാർത്ഥികൾ ഇതിനു മുൻപ് സസ്പെൻഷനിലായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തെ തുടർന്ന് സ്കൂൾ അധികൃതർ ഇവരെ സസ്പെൻഡ് ചെയ്തതാണ്. പിന്നീട് പരീക്ഷ എഴുതാനായി വന്നതാണ്. ഇതിനു മുൻപ് രക്ഷിതാക്കളെ വെച്ച് സംസാരിക്കും, അങ്ങനെ ഒരു സമവായത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷെ അപ്പോഴും തിരിച്ചു വന്നപ്പോഴും ആ ഒരു അക്രമ സ്വഭാവം അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ ലഭിച്ചു എന്നുള്ള അതൊന്നും ഒരു പ്രശ്നമല്ലാതെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവം കാണിച്ചു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും ഇത് ഒരു മുൻ സൂചന കിട്ടിയതല്ലേ. അപ്പോൾ മുൻകൂട്ടി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി, അത് പെണ്ണാകട്ടെ ആണാകട്ടെ, ആരെങ്കിലും മുൻകൂട്ടി സൂചനകൾ തരുമ്പോൾ ആ സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. സസ്പെൻഷൻ കിട്ടിയ കുട്ടികൾ പ്രത്യേകിച്ചും അക്രമ സ്വഭാവം കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കോ എന്തെങ്കിലും ഡിസിപ്ലിനറി പ്രോബ്ലം ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ സസ്പെൻഷൻ കിട്ടിയത്. അപ്പോൾ എന്തുകൊണ്ട് അത് വന്നു, എന്തുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും ഇവർക്ക് അക്രമ സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇവർക്ക് പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അസസ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതിന് വേണ്ടുന്ന ചികിത്സ കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് കൗൺസിലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചികിത്സയാണെങ്കിലും അത് കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതെന്നല്ല, ഒട്ടുമിക്ക കേസുകൾ ഇപ്പൊ മുതിർന്നവരുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അക്രമാസക്തരാകത്തില്ല. അവർ തീർച്ചയായിട്ടും സൂചനകൾ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ടാകണം. ആ സൂചനകൾ കിട്ടുമ്പോൾ നമ്മൾ കൈയും കെട്ടി ഉത്തരവാദിത്തമില്ലാതെ നോക്കി നിൽക്കുകയല്ല. മാതാപിതാക്കളുടെ ആണെന്നുണ്ടെങ്കിലും അധ്യാപകരുടെ ആണെന്നുണ്ടെങ്കിലും ചുമതല അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ റെഫർ ചെയ്ത് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഇന്റർവെൻഷൻ നൽകുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് വരാമാകുന്ന ക്രൈമിനെ നമുക്ക് തടയിടാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.